എല്ലാവർക്കും ബേസിക്കുകളിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം ചെയ്യുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ദിവസമാണ്. അങ്ങനെ നമുക്ക് ഒരുമിച്ച് ഇനി വരുന്ന എല്ലാ എക്സാമുകൾക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, തിരുവിതാംകൂറിലെ ഊരൂട്ടമ്പലം പ്രതിഷേധം നയിച്ചത് ആര്? ഓപ്ഷൻ ബി മഹാത്മാ അയ്യങ്കാളി. കേരളത്തിലെ ഇമ്മാനുവൽ കോട്ടയും സെന്റ് തോമസ് കോട്ടയും പണി കഴിപ്പിച്ചത് ആര്? ഓപ്ഷൻ സി പോർച്ചുഗീസുകാർ. ഏത് കാലത്ത് ദേശീയ ഐക്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമായിരുന്നു മരിയാന? ഓപ്ഷൻ എ ഫ്രഞ്ച് വിപ്ലവം. 1936 ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ആരംഭിച്ചത് ആര്? ഓപ്ഷൻ ഡി ഡോക്ടർ വി.ആർ. അംബേദ്കർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ജാതി അനീതിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് 1873 മഹാത്മാ ജ്യോതിബ ഫുലെ ഗുലാംഗിരി എന്ന കൃതി എഴുതി. ഈ പുസ്തകം സംസ്കൃത ഗ്രന്ഥങ്ങളെ ചോദ്യം ചെയ്യുകയും മഹാബലി, മഹിഷ തുടങ്ങിയ ആര്യന്മാരല്ലാത്ത യോദ്ധാക്കളെ വീരന്മാരായി അവതരിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. രണ്ടും ശരിയാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ആരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ? ഓപ്ഷൻ സി പുഷ്പവതി പൊയ്പാടത്ത്. അടുത്തത്, മൊഹറോവിക്സ് തുടർച്ചയില്ലായ്മയെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. ഭൂകമ്പ തരംഗങ്ങളുടെ പ്രവണത താഴത്തെ പുറന്തോടിന്റെയും മുകളിലെ മാൻഡിലിന്റെയും അതിരുകൾക്കിടയിലുള്ള തുടർച്ചയില്ലായ്മയെ സൂചിപ്പിക്കുന്നു. 1909 മൊഹറോവിക്സ് ആണ് ഈ തുടർച്ചയില്ലായ്മ കണ്ടെത്തിയത്. യൂട്രോഫിക്കേഷന് നയിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഇവിടെ 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് താപവൈദ്യുത നിലയങ്ങളെ സംസ്ഥാനങ്ങളുമായിട്ട് യോജിപ്പിക്കുക എന്ന് പറയുന്നതിൽ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അടുത്തത്, കുമയൂൺ ഹിമാലയത്തിന്റെ സ്ഥാനം കൃത്യമായി വിവരിക്കുന്നവയിൽ ഏതാണ്? സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിൽ എന്നുള്ളതാണ് കുമയൂൺ ഹിമാലയത്തിന്റെ സ്ഥാനം കൃത്യമായിട്ട് വിവരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തൃശ്ശൂരിലെ മണ്ണുത്തിയിലുള്ള കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഏത് വിളയാണ് ഗവേഷണം നടത്തുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അരി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2025 ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെ നടന്ന 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ്. ശ്രീമതി ബാർബറ വുട്ടന്റെ അഭിപ്രായത്തിൽ ചില പൊതു അധികാരികൾ സാമ്പത്തിക മുൻഗണനകൾ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നത് താഴെ പറയുന്നവയിൽ എന്തിനാണ് ബാധകം? സാമ്പത്തിക ആസൂത്രണം. ഓപ്ഷൻ ബി സാമ്പത്തിക ആസൂത്രണം. 1991 പുതിയ സാമ്പത്തിക നയത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ എ ഉദാരവൽക്കരണം, ബി സ്വകാര്യവൽക്കരണം. ഓപ്ഷൻ എ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. അടുത്ത ക്വസ്റ്റ്യൻ, കാർഷിക വിളകളുടെ MSP നിശ്ചയിച്ചുള്ള C2+50% ഫോർമുല നിർദ്ദേശിച്ചുകൊണ്ട് ഉൽപാദന ചെലവ് C2 അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണമെന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ഓപ്ഷൻ ഡി സ്വാമിനാഥൻ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ വിജയത്തിലേക്ക് നയിച്ചത്? ഓപ്ഷൻ സി തീവ്ര കാർഷിക ജില്ലാ പരിപാടി, തീവ്ര കാർഷിക മേഖലാ പരിപാടി, ഉയർന്ന വിളവ് നൽകുന്ന വൈവിധ്യ പരിപാടി. താഴെ പറയുന്നവയിൽ ഏതാണ് നേരിട്ടുള്ള നികുതി? ഓപ്ഷൻ ബി കോർപ്പറേറ്റ് നികുതിയാണ് നേരിട്ടുള്ള നികുതി. ഇന്ത്യയിലെ നിലവിലുള്ള GST നിരക്കുകൾ ഘടന ഏതാണ്? ഓപ്ഷൻ എ 0%, 5%, 12%, 18%, 28% എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള പുതിയ GST നിരക്ക്. 1919 ഇന്ത്യ ഗവൺമെന്റ് ആക്ട് പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ ശരി ഏതൊക്കെയാണ്? കേന്ദ്രത്തിലെ ദ്വിസഭയും സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനും സ്ത്രീകൾക്ക് വോട്ടവകാശവും 1919 ഇന്ത്യ ഗവൺമെന്റ് ആക്ട് പ്രകാരം വന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1974 42ാം ഭരണഘടനാ ഭേദഗതി ആക്ടിന്റെ ആമുഖത്തിൽ ചേർത്ത വാക്കുകൾ ഏവ? സോഷ്യലിസ്റ്റ്, ഐക്യവും സമഗ്രതയും, മതേതരത്വം. 2ഉം 3ഉം 4ഉം ആണ് ഇതിനുള്ള ശരിയായിട്ടുള്ള ഉത്തരം. ഗവർണർക്ക് താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ഉണ്ട്. ഇവ എല്ലാം ശരിയായിട്ടുള്ളതാണ്. ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുക, സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ശുപാർശ ചെയ്യുക, സംസ്ഥാന നിയമസഭ പാസാക്കിയ ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി മാറ്റിവെക്കുക, ഒരു മന്ത്രി തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും മന്ത്രിസഭ അത് പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഗവർണർക്ക് മുഖ്യമന്ത്രിയോട് അത് കൗൺസിലിങ്ങിന് സമർപ്പിക്കാൻ ആവശ്യപ്പെടാം. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ എന്നതിനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇവിടെ 3ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. ഹൈക്കോടതി ജഡ്ജിയാകാൻ യോഗ്യതയുള്ള ആളായിരിക്കണം. ഗവർണറുടെ ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറൽ പദവി വഹിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 330, 332 പറയുന്നത് എന്താണ്? 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. ലോകസഭയിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള രാഷ്ട്രീയ സംവരണം എന്നുള്ളതും വിധാൻസഭയിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള രാഷ്ട്രീയ സംവരണം എന്നുള്ളതുമാണ് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ.
അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാം കക്ഷി വ്യവഹാര ഫണ്ടിങ്ങിന് TPLF കുറച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയെന്ന് വിലയിരുത്തുക. പൊതു താൽപര്യ വ്യവഹാരങ്ങൾക്ക് TPLF സഹായിക്കുന്നു. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വേഴ്സസ് AK ബാലാജി എന്ന വിധിന്യായത്തിൽ സുപ്രീം കോടതി TPLFന് പച്ചക്കൊടി കാണിച്ചു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളവ. ആർട്ടിക്കിൾ 32 പരാമർശിച്ചിരിക്കുന്ന കാരണങ്ങളല്ലാതെ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന പാർലമെന്റിനെ അനുവദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 139. താഴെ പറയുന്നവയിൽ ഏതാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ സാങ്കേതിക വിഭാഗം അല്ലാത്തത്? ഓപ്ഷൻ 2ഉം 4ഉം മാത്രമാണ്. സംയോജിത ധനകാര്യ വിഭാഗവും പൊതു ധനകാര്യ നയ വിശകലന വിഭാഗവും. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ തിരിച്ചറിയുക. ഇവിടെ 1ഉം 2ഉം 3ഉം തെറ്റാണ്. ഇവിടെ 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ബാക്കി 3ഉം തെറ്റായ പ്രസ്താവനകളാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ ബി എറണാകുളമാണ്. ഇന്ത്യയിൽ ദേശീയമായി പ്രഖ്യാപിച്ച ദുരന്തമല്ലാത്തത് ഉഷ്ണതരംഗം അല്ലെങ്കിൽ സൂര്യാഘാതം. ഓപ്ഷൻ ഡി. ആയുഷ്മാൻ വയവന്ദന കാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ഇവിടെ തെറ്റായ പ്രസ്താവന 70 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള 5 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള മുതിർന്ന പൗരന്മാർക്ക് മാത്രം എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾ ഏത് വർഷമാണ് നടപ്പിലാക്കിയത്? 1960. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഗ്രാമവികസന കമ്മീഷന്റെ കീഴിൽ വരാത്തത്? ഓപ്ഷൻ എ തദ്ദേശ സ്വയംഭരണ വകുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ദേശീയ ഐക്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരംഭിച്ച പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? മേര യുവ ഭാരത് പ്ലാറ്റ്ഫോം. 34ാമത്തെ ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുന്നതിനുള്ളതാണ്. അതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. 2024 വയലാർ രാമവർമ്മ സ്മാരക സാഹിത്യ പുരസ്കാരം ആർക്കാണ്? അശോകൻ ചെരുവിലിനാണ് 2024 വയലാർ രാമവർമ്മ സ്മാരക സാഹിത്യ പുരസ്കാരം. 2024 ലോക ക്ലൈമറ്റ് ഉച്ചകോടി എവിടെയാണ് നടന്നത്? ഓപ്ഷൻ സി ബാക്കു ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മനുഷ്യകോശങ്ങളിലെ ഗോൾഗി വസ്തുക്കളുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? പോസ്റ്റ് ട്രാൻസ്ലേഷൻ മോഡിഫിക്കേഷനും പ്രോട്ടീൻ പാക്കേജിങ്ങും. അടുത്ത ക്വസ്റ്റ്യൻ, വിറ്റാമിൻ ബി തയാമിൻ കുറവുള്ള ഒരു രോഗി താഴെ പറയുന്നവ പ്രകടിപ്പിക്കുന്നു. മുകളിൽ പറഞ്ഞ എല്ലാം ബെറിബറി വെർണിക്കെ കോർസോക്കോഫ് സിൻഡ്രോം, പെരിഫറൽ ന്യൂറോപ്പതി ഇവയെല്ലാം പ്രകടിപ്പിക്കുന്നുണ്ട്. HIV അഥവാ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഏത് ജനുസിലാണെന്ന് ചോദിച്ചാൽ ലെൻഡി വൈറസ്. ഓപ്ഷൻ ബി ലെൻഡി വൈറസിലാണ് വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് COPD തടയുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ലക്ഷ്യമിട്ടുള്ള താഴെ പറയുന്ന പൊതുജനാരോഗ്യ പരിപാടികളിൽ ഏതാണ് കേരളം ആരംഭിച്ചത്? ശ്വാസ്. ഓപ്ഷൻ ബി ശ്വാസ്. താഴെ പറയുന്നവയിൽ ഏതാണ് ന്യൂറോ ഡീജനറേറ്റീവ് രോഗമല്ലാത്തത്? ഓപ്ഷൻ ഡി അഡിസൺസ് രോഗം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പശ്ചാത്തല വികിരണമുള്ള ജില്ലകൾ ഏതാണ്? ഓപ്ഷൻ സി കൊല്ലം. കേരളത്തിൽ നിന്ന് അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത പ്രൈമറി അമീബിക് മെനിങ്കോ എൻസെഫാലിറ്റിസ് എന്ന രോഗത്തിൽ കാരണമാകുന്ന താഴെ പറയുന്നവയിൽ ഏതാണ്? നെഗ്ലേരിയ ഫൗളേറി. ഓപ്ഷൻ എ. 2024 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഓപ്ഷൻ ബി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയെ ചുറ്റി വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഒരു കൃത്രിമ ഉപഗ്രഹത്തെ പരിഗണിക്കുക. ഉപഗ്രഹത്തിന്റെ ചലനത്തെ ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി വേഗത സ്ഥിരമാണ് പക്ഷേ ത്വരണം വേരിയബിൾ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. 2ഉം 3ഉം. തീവ്രത സ്ഥിരമായിരിക്കുമ്പോൾ വികിരണത്തിന്റെ ആവൃത്തിയിലെ വർധനവ് ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജത്തിന്റെ വർധനവിന് കാരണമാകും എന്നതും ആവൃത്തി സ്ഥിരമായിരിക്കുമ്പോൾ വികിരണത്തിന്റെ തീവ്രതയിലെ വർധനവ് കൂടുതൽ ഫോട്ടോ ഇലക്ട്രോണുകളുടെ പുറന്തള്ളലിന് കാരണമാകും എന്നുള്ളതുമാണ് ശരിയായിട്ടുള്ളത്. ഒരു ടാപ്പിന്റെ അറ്റത്ത് സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്ന ഒരു തുള്ളി വെള്ളം ഗോളാകൃതി പ്രാപിക്കുന്നത് എന്ത് ബലം മൂലമാണ്? ഓപ്ഷൻ ബി പ്രതല ബലമാണ്. 2025 ജനുവരി 16 ബഹിരാകാശ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി എന്ന പേരിലുള്ള ഒരു ദൗത്യത്തിന്റെ ISRO 2 ചെറിയ ബഹിരാകാശ പേടകങ്ങളെ ചേസർ, ടാർഗറ്റ് എന്നിവ വിജയകരമായി ബഹിരാകാശത്ത് ഡോക്ക് ചെയ്തു. വിടവുകൾ പൂരിപ്പിക്കുക. ഇവിടെ സ്പേഡെക്സ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇവിടെ 1ഉം 4ഉം പ്രസ്താവനകളാണ് ശരി. നൈട്രജൻ തന്മാത്രയ്ക്ക് ട്രിപ്പിൾ ബോണ്ട് ഉണ്ട് എന്നുള്ളതും നൈട്രജൻ തന്മാത്രയ്ക്ക് O2 തന്മാത്രയേക്കാൾ ചെറിയ ബോണ്ട് ലെങ്ത് ഉണ്ട് എന്നുള്ളതുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അയോണിക് ആരങ്ങൾ വർദ്ധിക്കുന്ന ക്രമത്തിൽ അയോണുകൾ ക്രമീകരിക്കുക എന്നുള്ളതിൽ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ആമാശയം സ്രവിക്കുന്ന ഗ്യാസ്ട്രിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ ഡി ഹൈഡ്രോക്ലോറിക് ആസിഡ്.
ചന്ദ്രയാൻ 3 പ്രഗ്യാൻ റോവർ ചന്ദ്രോപരിതലത്തിൽ ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ചന്ദ്രയാൻ 3 സൾഫറിന്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്. കേരള സാഹിത്യ അക്കാദമി ഭാരതീയ സാഹിത്യ ശില്പികൾ എന്ന ജീവചരിത്ര പരമ്പരയിൽ പുറത്തുവന്ന മലയാള സാഹിത്യ പ്രതിഭകളുടെ ജീവചരിത്രകാരന്മാരെ പരിഗണിക്കുമ്പോൾ ചുവടെ പ്രസ്താവിക്കുന്ന ജോഡികളിൽ ചേരാത്തത് ഏത്? ഓപ്ഷൻ സി ഇളംകുളം കുഞ്ഞൻപിള്ള, ജെ പത്മകുമാരി എന്നതാണ് ശരിയല്ലാത്ത ജോഡി. അടുത്ത ക്വസ്റ്റ്യൻ, മധ്യേഷ്യയിലും മംഗോളിയയിലും കണ്ടുവരുന്ന സൂദ് എന്ന കാലാവസ്ഥാ പ്രതിഭാസത്തെ അടിസ്ഥാനപ്പെടുത്തി ചുവടെ പരാമർശിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ ഉത്തരശ്രേണി കണ്ടെത്തുക. മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ശക്തമായ കാറ്റ്, മഞ്ഞുവീഴ്ച എന്നിവയോടുകൂടി -30°C വരെ തണുപ്പ് അനുഭവപ്പെടാൻ ഇട നൽകുന്ന കഠിന കാലാവസ്ഥയാണ് സൂദ് എന്ന് പറയുന്നത്. കറുത്ത സൂദ് എന്നത് മഞ്ഞുവീഴ്ചയില്ലാത്ത അതിശൈത്യവും 2024 സൂദ് മൂലം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്യാപത്തിനെ നേരിടാൻ മംഗോളിയൻ സർക്കാർ തങ്ങളുടെ ഉപപ്രധാനമന്ത്രിയെ തന്നെയാണ് രംഗത്തിറക്കിയത്. 2023-24 ശൈത്യകാലത്ത് കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ മഞ്ഞുവീഴ്ചയ്ക്കാണ് മംഗോളിയ എന്ന രാജ്യം സാക്ഷ്യം വഹിച്ചത്. ചുവടെ പറയുന്ന പരമ്പരാഗത കലകളുടെ സവിശേഷത അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ നമ്പൂതിരി ബ്രാഹ്മണരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലയാണ് ഐവർ കളി എന്നുള്ളതാണ് ശരിയല്ലാത്ത പ്രസ്താവന. ഏത് രാജ്യത്തായിരുന്നു ഇന്ദ്രൻ എന്ന ദേവന്റെ പ്രീതിക്കായി പന്തൻ എന്ന ചെടിയുടെ തണ്ട് ഉപയോഗിച്ചുകൊണ്ട് പന്തൻ യുദ്ധം അഥവാ പെരാങ് പന്തൻ എന്ന പരമ്പരാഗത ഏറ്റുമുട്ടൽ ആചാരരീതി അരങ്ങേറിയിരുന്നത്? ഓപ്ഷൻ സി ഇന്തോനേഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ, റഷ്യൻ സാഹിത്യകാരനായ ദസ്തോവ്സ്കിയുടെ പ്രസിദ്ധ നോവലായ കുറ്റവും ശിക്ഷയും പരിഭാഷപ്പെടുത്തിയവരെ പരിഗണിക്കുമ്പോൾ ശരിയായ ഉത്തരം ഏത്? ഇവയെല്ലാം ശരിയാണ്. ഇടപ്പള്ളി കരുണാകരമേനോൻ, വേണു വി ദേശം, കെ.പി. ബാലചന്ദ്രൻ, ഡോക്ടർ കെ.പി. ശശിധരൻ. ഇന്ത്യൻ MMA കായികതാരം പൂജ തൊമർ അറിയപ്പെടുന്ന വിളിപ്പേര് എന്ത്? ദ സൈക്ലോൺ. കേരളത്തിലെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിലെ ആദ്യത്തെ നീന്തൽ ക്ലബ്ബ് എന്ന വിശേഷമുള്ള ഡോൾഫിൻ ക്ലബ്ബ് തിരുവനന്തപുരത്ത് സമീപം പീരപ്പൻകോട് സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തത് N. പരമേശ്വരൻ നായരാണെന്നും മലപ്പുറം ജില്ലയിലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെവൻസ് ഫുട്ബോൾ മാച്ചുകൾ നടക്കുന്നുവെന്നും ഇവ രണ്ടും ശരിയായ പ്രസ്താവനകളാണ്. താഴെ പറയുന്നവയിൽ ഏത് പ്രോഗ്രാമിലെ ഒരു നിർദ്ദേശമല്ല? ഓപ്ഷൻ സി ഡീബഗ്ഗിംഗ് ഇൻസ്ട്രക്ഷൻ. OSI മോഡലിൽ ഹബ്ബ് പ്രവർത്തിക്കുന്നത് ഫിസിക്കൽ ലെയറിലാണ്. വെബ് ബ്രൗസറിന്റെ പ്രധാന പ്രവർത്തനം എന്താണ്? വെബ് പേജുകൾ റിട്രീവ് ചെയ്ത് പ്രദർശിപ്പിക്കുക എന്നതാണ് വെബ് ബ്രൗസറിന്റെ പ്രധാന പ്രവർത്തനം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപകരണങ്ങൾക്കായി ലിനക്സ് അധിഷ്ഠിതമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടുത്ത കാലത്ത് വിളംബരം ചെയ്ത കമ്പനി ഏതാണ്? ഓപ്ഷൻ ബി ഗൂഗിൾ. ടിഒബെ ഇൻഡെക്സ് പ്രകാരം 2021 ഏറ്റവും പ്രശസ്തമായ പ്രോഗ്രാമിനുള്ള ഭാഷ ഏതാണ്? ഓപ്ഷൻ എ പൈത്തൺ. 2025 വിവരാവകാശ നിയമപ്രകാരം പൊതുപ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തതും ആരുടെയെങ്കിലും സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റം നടത്തുന്നതുമായ വ്യക്തിഗത വിവരങ്ങൾ പങ്കിടാൻ പാടില്ല. ഒരു കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അപ്പീൽ അതോറിറ്റിയോ കൂടുതൽ പൊതു താൽപര്യമുള്ളതിനാൽ വെളിപ്പെടുത്തലിൽ ന്യായീകരിക്കുന്നുവെന്ന് കണ്ടെത്തുന്നുവെങ്കിൽ ഈ പ്രസ്താവന ശരിയാണ്. 2021 ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ പ്രകാരം ഇവയെല്ലാം ശരിയാണ്. ജില്ലാ കമ്മീഷൻ 50 ലക്ഷം രൂപ വരെയുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പരാതി സ്വീകരിക്കുന്നു. സംസ്ഥാനത്താണെങ്കിൽ അത് 50 ലക്ഷം മുതൽ 2 കോടി വരെയും ദേശീയ കമ്മീഷനാണെങ്കിൽ 2 കോടിയിൽ കൂടുതലുള്ളതുമാണ്. 2016 വികലാംഗരുടെ അവകാശ നിയമപ്രകാരം വികലാംഗൻ എന്നാൽ ദീർഘകാല വൈകല്യമുള്ള ഒരു വ്യക്തിയാണ് അർത്ഥമാക്കുന്നത്. തടസ്സമായുള്ള ഇടപെടലിൽ മറ്റുള്ളവരുമായി തുല്യമായി സമൂഹത്തിൽ പൂർണ്ണവും ഫലപ്രദവുമായ പങ്കാളിത്തത്തെ തടസ്സപ്പെടുന്നു. ഇവയിൽ മുകളിൽ പറഞ്ഞതെല്ലാം ശരിയാണ്. ശാരീരികം, മാനസികം, ബൗദ്ധികം അല്ലെങ്കിൽ ഇന്ദ്രിയം. ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനം തടയൽ നിരോധനം നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരു ജോലി സ്ഥലത്തെ ഒരു തൊഴിലുടമ ഒരു ആന്തരിക കമ്മിറ്റി സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെടുകയോ ഈ നിയമത്തിലെയോ അതിന്റെ നിയമത്തിലെയോ ഏതെങ്കിലും വ്യവസ്ഥകൾ ലംഘിക്കുകയോ ചെയ്താൽ അയാൾക്ക് 50,000 രൂപ വരെയാണ് പിഴ ചുമത്തപ്പെടുന്നത്. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ അടിസ്ഥാനത്തിലാണ് 1985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് നടപ്പിലാക്കിയത്? ഓപ്ഷൻ ബി 323A. 2024 ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടനയുടെ പ്രമേയം എന്താണ്? ഐപിയും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും നവീകരണവും സർഗാത്മകതയും ഉപയോഗിച്ച് നമ്മുടെ ഭാവി കെട്ടിപ്പടുക്കുക. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. A person who helps others, especially through charitable work or donation of money, is called a philanthropist. From which language does the word democracy come? Option D Greek. Add the correct question tag. Please lend your book. Will you? Had I not seen this with my own eyes, I would not have believed it.
Hazardous mean option A dangerous. The word tending to change is option B changeable. Neither food nor water dash to be found here. Option A was. Select the correct sentence. Option C you need not to do it. Which is the word that means based on what seems to be so without further or deeper investigation? Option C prima facie. Transform the given sentence without any change of meaning. Oh that I were young again. ഓപ്ഷൻ ബി ഐ വിഷ് ദാറ്റ് ഐ വർ യങ് അഗെയിൻ. അടുത്തത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ലേഖകൻ എന്ന പദത്തിന് എതിർലിംഗം ഏത്? ഓപ്ഷൻ ബി ലേഖിക. ദൃഢം എന്ന വാക്കിന്റെ വിപരീതമായി വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ ശിഥിലം. താഴെ ഇറങ്ങി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ സി താഴെ പ്ലസ് ഇറങ്ങി. ഭീമന്റെ പുത്രി ഒറ്റപ്പദം കണ്ടെത്തുക. ഓപ്ഷൻ ഡി ഭൈമി. നവം എന്ന പദത്തിന് നാനാർത്ഥം ഏതൊക്കെ? ഓപ്ഷൻ എ പുതിയത് 9. ആദരാരെങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ല എന്നു വരുമിത് നിർണയം. ആരുടെ വരികളാണിത്? ഓപ്ഷൻ സി കുഞ്ചൻ നമ്പ്യാർ. അടുത്ത ക്വസ്റ്റ്യൻ മുഖം എന്ന പദത്തിന് പര്യായമായി വരുന്ന പദം കണ്ടെത്തുക. ഓപ്ഷൻ എ ആസ്യം. ഹൃദയതാളം വിഗ്രഹിച്ചെഴുതുക. ഓപ്ഷൻ എ ഹൃദയത്തിന്റെ താളം. അക്കാലം സന്ധി നിർണയിക്കുക. ഓപ്ഷൻ എ ദ്വിത്വസന്ധി. ശരിയായ പദം ഏത്? ഓപ്ഷൻ എ അനുഗ്രഹീതൻ. അങ്ങനെ രണ്ടാമത്തെ ദിവസത്തെ നമ്മുടെ 100 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.